ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്താണെന്ന്. എല്ലാവരുടെയും ഫേവററ്റ് ഒരു പലഹാരമായിട്ടുള്ള ഉന്നക്കായ. പഴുത്ത ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളിലെ ഏറ്റവും രുചികരമായിട്ടുള്ള 2-3 വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ഉന്നക്കായ. അതിന് വേണ്ടിയിട്ട് സാമാന്യം വലിപ്പമുള്ള 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഏത്തപ്പഴം സെലക്ട് ചെയ്യുമ്പോഴാണ് ഒരുപാട് പഴുത്തുപോയ ഏത്തപ്പഴമായിരിക്കരുത്. കറക്റ്റ് പരുവത്തിന് പഴുത്ത ആ ഏത്തപ്പഴം മേടിച്ചില്ലെങ്കിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ നല്ല പാടാണ് കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് ആ മഞ്ഞയായത്, എന്നാൽ ഒട്ടും പച്ച ചുവയ്ക്കാത്ത, കറ ചുവയ്ക്കാത്ത കറക്റ്റായിട്ട് പഴുത്ത ഏത്തപ്പഴം മേടിക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം അതിനു വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം, അളവുകൾ പറയാം. ഇപ്പം കറക്റ്റായിട്ട് നമ്മുടെ ഏത്തപ്പഴം പഴുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ പാനിലേക്ക് ഇടുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണേ. ആ നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കഴിഞ്ഞിട്ട്, ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കഴിഞ്ഞിട്ട് ഒരു 7-8 സ്പ്ലിറ്റഡ് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് മുറിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരുപാടങ്ങ് വലുതായി പോയല്ലേ, കാരണം നമുക്ക് ഈ ഏത്തപ്പഴം പുഴുങ്ങി പൊടിച്ചിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ വലുതായിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല ഒരു ഷേപ്പിൽ കിട്ടത്തില്ല. പിന്നെ ഒരു 6-7 റേസിൻസ് എടുത്തിട്ടുണ്ട്. അതും കൊച്ചായിട്ട് മുറിച്ചിട്ട് കാഷ്യൂ നട്ട്സ് മൂത്ത് ഒരു പകുതിയാകുമ്പോഴേക്കും, ചുമന്ന് തുടങ്ങുമ്പോഴേക്കും ഈ റേസിൻസ് വിടണേ. റേസിൻസ് കാഷ്യൂ നട്ട്സിൻ്റെ കൂടെ ആദ്യം തന്നെ ഇടരുത് കേട്ടോ. എന്നിട്ട് ഇതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് നെയ്യുണ്ടാവും. ആ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ചിരകിയ തേങ്ങ ഇടേണ്ടത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ചിരകിയ തേങ്ങയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഉന്നക്കായ തയ്യാറാക്കാനായിട്ട് നിങ്ങൾ മേടിക്കുന്ന ഏത്തപ്പഴം നാടൻ നല്ല മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. പക്ഷേ ഇതിന് തീരെ മധുരമില്ലാത്തത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, ഏത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം വെച്ചിട്ട്. പിന്നെ ഈ വഴറ്റുന്നതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി സമയമുള്ളപ്പോൾ ചെക്ക് ചെയ്യണേ. നന്നായിട്ട് വഴുന്ന ആ ഒരു തേങ്ങ ചിരകിയതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച് പറങ്ങേണ്ടിയും മുന്തിരിങ്ങയും ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റാമേ. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ഇളക്കണേ. പിന്നെ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏത്തയ്ക്ക പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ അതങ്ങ് ഉടച്ച് സോഫ്റ്റ് ആക്കാൻ നോക്കണേ. കട്ടയില്ലാതെ നല്ല പേസ്റ്റ് പോലെ പരുവത്തിൽ അങ്ങ് ആക്കിയെടുക്കണം. ഇപ്പം നമുക്ക് സേവനാഴി ഉണ്ടല്ലോ, നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്, അതിനകത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് പിഴിഞ്ഞെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടെടുക്കാം. അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷർ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇച്ചിരി പാടായിരിക്കും, കാരണം ഒരുപാട് പഴുത്തു പോയതാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് പഴുത്തുപോയ പഴമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പാടാണ്. ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല എന്ന് തന്നെ വരും. പിന്നെ ഈ പൊട്ടറ്റോ മാഷർ ഇട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് കുറേ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ കയറിയിരിക്കും, ആ കള്ളികൾക്കുള്ളിൽ കയറിയിരിക്കും. അപ്പം നമ്മൾ കത്തിയിട്ടോ ഫോർക്കിട്ടോ വല്ലോ അതൊന്ന് മാറ്റി കൊടുത്തിട്ട് 2-3 പ്രാവശ്യം പിന്നെയും ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ചെറിയ കട്ടകൾ പോലും അതിനകത്ത് കാണരുത് കേട്ടോ. ഉണ്ടെങ്കിലും ടേസ്റ്റ് ഡിഫറൻസ് വരത്തില്ല, പക്ഷേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കട്ടയില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു വിരലെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് കട്ടകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇച്ചിരി പോലും കട്ടയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം. ഇപ്പോൾ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 2-3 ഭാഗത്തുനിന്ന് എടുത്ത് നോക്കിയിട്ട് കട്ട ഒട്ടും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണേ. ഇതിപ്പം ഞാൻ ആദ്യത്തെ ഒരു ഏത്തപ്പഴം ഞാൻ പൊടിച്ച് ആ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി മാറ്റി വെച്ചു. ഇനി അടുത്ത ആ ഒരു 4 അതുപോലെ ഞാൻ ആക്കുകയാണ്. അത് പിന്നെ നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അതും ചെയ്തു. പിന്നെ ഇതിപ്പോൾ 2 കൂടെ ഇട്ടിട്ട് ഒന്നുകൂടൊന്ന് ഞാൻ കട്ടകളില്ല എന്നൊന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഒന്ന് ഇടിച്ചൊന്ന് സോഫ്റ്റ് ആക്കുകയാണേ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം ഓരോ ഉരുളകളാക്കണം. ഈ ഒരു അളവിൽ 2 ഏത്തപ്പഴം കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 7 ഉന്നക്കയാണ് കിട്ടിയത്. നമ്മളിങ്ങനെ മൊത്തമായിട്ട് ഉരുട്ടി ഏത്തപ്പഴം വെക്കുമ്പോഴും അല്ലാതെ നമ്മൾ കൊച്ചു ഉരുളകളാക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഒരിച്ചിരി നെയ്യ് പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വലുതായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ഇച്ചിരി ചൂടോടുകൂടി തന്നെ നമ്മളിത് ഷേപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇപ്പോൾ ആദ്യം നമുക്ക് ഇത് എത്ര ഉരുളയാണോ വേണ്ടത് അത്രയും ഉരുളയാക്കാം. ഇത് നമുക്ക് കുറച്ചുകൂടി ചെറുതാക്കാം.
ഒരു മീഡിയം വലുപ്പത്തിലെടുക്കാം, കുറച്ചുകൂടെ വലുതാക്കാം. ഞാനൊരു മീഡിയം വലുപ്പത്തിൽ, സാധാരണ എല്ലാവരും ഉന്നക്ക ഉണ്ടാക്കുന്നത് ഏത് വലുപ്പത്തിലാണോ ആ ഒരു വലുപ്പത്തിൽ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഇനിയിപ്പം ഞാൻ പെട്ടെന്നൊന്ന് ഷേപ്പ് ചെയ്യുന്നത് കാണിക്കുക. ആ നടുഭാഗത്തിന് ഒരു ഇച്ചിരി കട്ടി കൊടുത്തിട്ട് സൈഡിലോട്ട് വരുമ്പോൾ നമ്മളത് കൂട്ടിച്ചേർക്കുമല്ലോ, അപ്പം അല്ലെങ്കിൽ തന്നെ അവിടെ കട്ടി വരും. അതുകൊണ്ട് സൈഡിലോട്ട് വരുന്ന ഭാഗത്തിന് നന്നായിട്ട് കട്ടി കുറച്ചിട്ട് ആ നടുഭാഗത്ത്, ആ വട്ടത്തിന് നടുഭാഗത്ത് ഒരിച്ചിരി കട്ടി കൊടുക്കണം. എന്നിട്ട് ആ സൈഡെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചിട്ട് നമ്മുടെ കൈക്കുള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കണം. നിങ്ങൾക്ക് വെറുതെ ആ ഒരു ഓവൽ ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ആ ഓവൽ ഷേപ്പ് ആക്കിയിട്ട് രണ്ട് സൈഡും ചെറിയൊരു കൂർത്തിരിക്കുന്ന രീതിയിലാക്കാം. എനിക്ക് ആ ഷേപ്പാണ് ഇഷ്ടം കേട്ടോ, രണ്ട് സൈഡും ഒരു ഇച്ചിരി കൂർത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് വറുത്ത് വരുമ്പോഴേക്ക്. ഞാൻ ഈ ചെയ്ത് കാണിച്ചത് ശ്രദ്ധിച്ചല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാമെന്നറിയാം, എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളേ. ഇതേ കണ്ടല്ലോ അല്ലേ? നമ്മുടെ വിരലുകൊണ്ട് വെച്ച് തന്നെ ഇച്ചിരി ഒന്ന് ഒതുക്കി കൊടുക്കണം. പിന്നെ അതിനകത്ത് വെക്കുന്ന ആ ഫില്ലിങ് ഒരുപാട് അങ്ങ് കൂടിപ്പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷേപ്പ് ആക്കാൻ ഒരു ഇച്ചിരി പാടാം. ഇച്ചിരി കുറഞ്ഞു പോയാലും സാരമില്ല, പക്ഷേ തീരെ അങ്ങ് കുറഞ്ഞു പോകല്ലേ, അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അതിൻ്റെ അകത്തെ ആ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റും നമുക്ക് വരണമല്ലോ. ഇതേ ചേരുവകൾ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഒരു പലഹാരം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അതിന് നല്ല വ്യൂസ് ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ്. എൻ്റെ അമ്മച്ചി പണ്ട് തൊട്ട് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ബനാന പാറ്റീസ് എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു റെസിപ്പി. അത് ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം, നിങ്ങളതൊന്ന് പോയി നോക്കണേ. അതും ഭയങ്കര നല്ലതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഫ്രീസറിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മുക്കി വറക്കുന്നതിന് തൊട്ട് മുമ്പ് അതെടുത്ത് മുക്കി വറുത്തേച്ചാൽ മതി. ഇപ്പം ഞാൻ 2 ഏത്തപ്പഴം എടുത്തപ്പം നിങ്ങളെ കാണിച്ചല്ലോ, അത്രയും തേങ്ങയാണ് ബാക്കി വന്നത് നമ്മൾ വഴറ്റിയത്. ഇത്രയും ചെറിയ തേങ്ങ അപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാമാന്യം വലുപ്പമുള്ള ഒരു 3 ഏത്തപ്പഴം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് അങ്ങ് ഫില്ലിങ് വെച്ചില്ലെങ്കിൽ 3 ഏത്തപ്പഴത്തിനുള്ള ഫില്ലിംഗ് ഉണ്ട് ഇത്. ഇപ്പോൾ ഒരു പാനിലേക്ക് ഒരു പകുതിയോളം എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാമേ. ഇത് ഒരിച്ചിരി നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. നിങ്ങൾക്കറിയാലോ, ഇത് ഏത്തപ്പഴം വെന്തതാണ്, നമ്മൾ തേങ്ങ വഴറ്റിയതാണ്. അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും നമ്മളിട്ട് വറക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു നിറം ഒന്ന് മാറിയാൽ മാത്രം മതി. പിന്നെ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരിച്ചിരി സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യണേ. അങ്ങനെ അങ്ങ് പൊട്ടിപ്പോയില്ല, എന്നാലും ഇച്ചിരി സൂക്ഷിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ വറുത്ത് അതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ബാച്ച് വറക്കാനിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതിവ് പോലെ ക്യാമറ ഓണാക്കാൻ മറന്നുപോയായിരുന്നേ. പക്ഷേ 3 കൂടെ വറക്കാനുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ക്യാമറ ഓണാക്കി ഇത് വറക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ. ഇത് ഒരുപാട് നേരമൊന്നും ഇട്ടെടുക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് നമ്മൾ നല്ല തീയിലാണല്ലോ ഇടുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കണം കേട്ടോ, അടുത്തൊന്നും മാറില്ല. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും മെനക്കെട്ടത് വെറുതെ ആയിപ്പോവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബനാന പാറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ വേറെ ഒരു റെസിപ്പി ഉണ്ടെന്ന്, അത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അതും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അത് നമ്മൾ ഏത്തക്കാപ്പത്തിൻ്റെ മാവ് കലക്കുമല്ലോ മുക്കി വറക്കാനായിട്ട്, അതുപോലെ മാവ് കലക്കിയിട്ട് അതിൽ മുക്കി വറക്കുന്നതാണേ. അതും വളരെ സ്വാദുള്ള ഒരു സ്നാക്കാണ്. ഇത് രണ്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം ഈ റെസിപ്പിയിൽ കേട്ടോ. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ബാച്ചിലെ 3 ഉന്നക്കായും വറുത്തെടുത്ത് കഴിഞ്ഞു. ഞാൻ പാചകത്തിലെ തുടക്കക്കാരോടും കൊച്ചുകുട്ടികളോടുമാണ് ഞാൻ പറയുന്നത്, എന്ത് പലഹാരമായാലും നിങ്ങൾ ന്യൂസ് പേപ്പറിലോട്ട് വറുത്തു കോരാതെ ടിഷ്യൂ പേപ്പറിലോട്ട് വറുത്തു കോരാൻ ശ്രദ്ധിക്കണേ. നമ്മുടെ ഉന്നക്കായ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ, കഴിക്കാനും അതിനേക്കാൾ ടേസ്റ്റാണ്. അപ്പം നമുക്ക് നാളെ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്